സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ പ്രതിദിനം ഫയൽ ചെയ്യപ്പെടുന്നത് 100ഓളം വിവാഹമോചന കേസുകളാണ്. 2022 75 വിവാഹമോചനമായിരുന്നു നടന്നതെങ്കിൽ 2016 ഇത് 53. വിവിധ സർവകലാശാലകളിലെ ഗവേഷണം നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. അതേസമയം മലബാറിൽ താരതമ്യേന കുറവാണെന്നാണ് കണ്ടെത്തിയത്. 2016 മുതൽ 2022 വരെ കേരളത്തിലെ 28 കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകളിൽ 40% വർധനവുണ്ടായത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നത്. 3536 കേസുകളുണ്ട്. 3282 കേസുകളുമായി തിരുവനന്തപുരമാണ് തൊട്ടുപിന്നിൽ. കൊല്ലം 3245, ഇടുക്കി 1092, കാസർഗോഡ് 848 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്കുകൾ. ഏറ്റവും കുറവ് വയനാട്ടിലാണ് 538. ഹിന്ദു മാരേജ് ആക്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്, ക്രിസ്ത്യൻ പ്രകാരമുള്ളവയാണ് കൂടുതൽ. വിവാഹമോചന കേസുകൾ കൂടുന്നതിനെ തുടർന്ന് കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. കോടതിയെ സമീപിക്കുന്നവരിൽ 10% മാത്രമേ വീണ്ടും യോജിക്കുന്നുള്ളൂവെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ ഉൾപ്പെടെയുള്ള അന്തരങ്ങളോട് സഹിഷ്ണുത പുലർത്തിയാലേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂവെന്ന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ മലപ്പുറം ജെയിംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അനസ് തരകൻ പറഞ്ഞു. കാരണങ്ങൾ ശാരീരിക മാനസിക പീഡനം, വിവാഹേതര ബന്ധങ്ങൾ, ആധുനിക ജീവിത രീതി, പാശ്ചാത്യ രീതിയിലൂടെ സ്വാധീനം, ലഹരി ഉപയോഗം, വന്ധ്യത, പരിഹാരം, വിവാഹപൂർവ്വ കൗൺസിലിംഗ്, പരസ്പര സഹകരണം, ക്ഷമ, ജോലി തിരക്ക് നിയന്ത്രിക്കൽ, ഒന്നിച്ച് സമയം ചെലവഴിക്കൽ. വിവാഹമോചന കേസുകൾ കുറക്കാൻ ഇത് വളരെ സഹായിക്കുന്നതാണ്.